സംസ്ഥാനത്തിൻ്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അത് ആഹാ, ഇപ്പോൾ ഓഹോ അല്ലേ? എന്തിനെക്കുറിച്ചാണെന്ന് പറയാം. നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആദ്യം പറയാതിരുന്നത്. എന്തിനെക്കുറിച്ചാണെന്ന് പറയാം. ചോദ്യം എന്താണ്? ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ. ഏത് മദ്യനയം? 2014 നിങ്ങളുടെ മദ്യനയം. തിരിച്ചടികൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ? എങ്കിൽ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ? അതാണ് ചോദ്യം. ആ ഉത്തരം നൽകിയ ആളോട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. ഞാനിതിൻ്റെ അവസാന ഭാഗം മാത്രമേ വായിച്ചുള്ളൂ, മുഴുവൻ വായിച്ച് സമയം കളയാതിരുന്നതാണ്. മദ്യനയത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പാക്കുമ്പോൾ പ്രവർത്തിച്ചു വരുന്ന 5 സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുമെന്നതിനാലും സംസ്ഥാനത്തിൻ്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാനും ആണ്. അപ്പോൾ ടൂറിസം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഡയറക്ടർ യോഗം ചേർന്നതിനാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ല, ഇങ്ങനെ അസ്വസ്ഥരാവണ്ട. അല്ല, ഒരു വസ്തുതയെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പല വസ്തുതകളും പറയാനുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അക്ഷമയും അസഹിഷ്ണുതയും ഉണ്ടാവും. അത് ആളുകളൊന്ന് കാണട്ടെ. ആളുകളൊന്ന് കാണട്ടെ. ഇനി ഓരോന്നും വായിക്കുന്നുണ്ട്, എല്ലാം വായിക്കുന്നുണ്ട്. ഇനി അടുത്തത് സാർ, ശ്രീ പി കെ ബഷീറാണല്ലോ, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണല്ലോ ഉയർന്നു കേൾക്കുന്നത്. ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ്, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ്, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്ത ഒരു നിവേദനം, ആരുടെ? നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഒരു കൂട്ടരുടെ അവരുടെ നിവേദനം എന്താണ്? റിക്വസ്റ്റ് ടു സേവ് ടൂറിസം ഇൻഡസ്ട്രി ഫ്രം ദ ക്രൈസിസ് ഇവോൾവ്ഡ് ഡ്യൂ ടു ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ന്യൂ ലിക്കർ പോളിസി ഇൻ ദ സ്റ്റേറ്റ്. അതായത് നിങ്ങളുടെ അന്നത്തെ മദ്യനയം ക്രൈസിസ് ഉണ്ടാക്കിയെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നു. അത് പഠിക്കണം എന്നാവശ്യപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം ആർക്ക് കൊടുത്തു? മിനിസ്റ്റർ ടൂറിസം മേ സി. മിനിസ്റ്റർ ടൂറിസം മേ സി. മിനിസ്റ്റർ ടൂറിസം എന്ത് ചെയ്തു? സെക്രട്ടറി ടൂറിസം ഉചിത നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയത് സെക്രട്ടറി ടൂറിസത്തെയാണ്. അല്ല, അതിലൊന്നും തെറ്റില്ല. ഇവിടെ യോഗം ചേർന്നാൽ തെറ്റാണല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. പ്ലീസ്, നിങ്ങളുടെ ബഹുമാനപ്പെട്ട ശ്രീ റോജി അവതരിപ്പിക്കും ആരും മിണ്ടിയിട്ടില്ലല്ലോ. പ്ലീസ്, റോജി അവതരിപ്പിക്കും ആരും മിണ്ടിയിട്ടില്ലല്ലോ. പ്രമേയാവതാരകന്റെ അത്യന്തം അധിക്ഷേപകരമായ ധാർഷ്ട്യവും പുച്ഛവും നിന്ദയും നിറഞ്ഞ പ്രസംഗം ക്ഷമയോടുകൂടിയാണ് ഞങ്ങളെല്ലാം കേട്ടിരുന്നത്. ഞാൻ അതുപോലെ ഏതെങ്കിലും വാക്കുകൂടെ ഉപയോഗിച്ചോ? എന്തൊരു അസഹിഷ്ണുതയാണിത്! ഞാൻ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോ? എന്തിനാണ് ഇവർ അസഹിഷ്ണുതാവുന്നത്? വസ്തുത പുറത്തു വരുമ്പോഴാണ്. ഇനി ഞാൻ പറയാം, ഓരോന്നിനും കമന്റാണ്. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ടൂറിസം മേഖലയിൽ തകർച്ചയുണ്ടാക്കി എന്ന് ഈ പറഞ്ഞ പഠനം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മൈസ് ടൂറിസവുമായി. എന്താണ് മൈസ് ടൂറിസം? മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻ ടൂറിസം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിട്ട് കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൈസ് ടൂറിസം കേരളത്തിന് വലിയ വരുമാന സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങളുടെ വിദഗ്ധ സമിതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വായിക്കാതിരിക്കുകയാണ്. ആ മൈസ് ടൂറിസത്തിന്, പഴയ ടൂറിസം മന്ത്രി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ആ മൈസ് ടൂറിസത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒന്നാണ് നിങ്ങളുടെ മദ്യനയം എന്ന് ഇവിടെ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചു. അതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു, വിദഗ്ധ സമിതിയെ വെച്ചു. അതിലൊരാൾ ടൂറിസം സെക്രട്ടറി ആയിരുന്നു. സാർ, 2014 UDFന്റെ മദ്യനയത്തെ തുടർന്ന് മൈസ് വ്യവസായത്തിലുണ്ടായ തിരിച്ചടിയുടെ കണക്കുകൾ ആ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? 2014 4.8% കേരളത്തിലെ മൈസ് ടൂറിസത്തിന്റെ വളർച്ചാ നിരക്ക്. 2013 എത്രയാണ്? 9.1%.
ഒറ്റ വർഷം കൊണ്ട് നിങ്ങളുടെ മദ്യനയം മൈസ് ടൂറിസത്തെ തകർത്തു. കേരളത്തിൽ തീർന്നില്ല. 2015 എത്രയെന്നറിയോ? 0.6%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന, വരുമാനമുണ്ടാക്കുന്ന, കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായ ഒരു മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മദ്യനയം നിങ്ങളുടേതാണ്. ആ മദ്യനയത്തെക്കുറിച്ച് നിങ്ങളുടെ തന്നെ മന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു. പഠിക്കാൻ കമ്മിറ്റിയെ വെക്കണമെന്ന് നിങ്ങളുടെ തന്നെ മന്ത്രിയായിരുന്നയാൾ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ടൂറിസം മന്ത്രിക്ക് ശുപാർശ കൊടുത്തിട്ടുണ്ട്. ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നത് എന്ന് ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ. പിന്നെ സർ, റിപ്പോർട്ട് ഓൺ ഇമ്പാക്ട് അസസ്മെന്റ് ഓഫ് ന്യൂ ലിക്വർ പോളിസി ഓൺ ടൂറിസം ആൻഡ് ലേബർ സെക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടാണ്. ആ പഠന റിപ്പോർട്ട് Kerala's strength in MICE tourism is yet to be tapped. The stakeholders have pointed out that since most of the MICE and wedding packages last for 5 to 7 days or are limited to weekends, the Sunday ban has forced many to replan or search for competing destinations. മനസ്സിലായി? ഞാൻ മുഴുവൻ കാര്യങ്ങളും ഇവിടെ വായിക്കുന്നില്ല. നിങ്ങൾക്ക് തരാം, നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചാൽ മതി. അപ്പോ നിങ്ങളുടെ മദ്യനയം ടൂറിസത്തിന് വരുത്തിയ തിരിച്ചടിയെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ടാണ് ഇത്. അപ്പൊ അതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ശരി, ഇനി ഡ്രൈഡേയുടെ കാര്യത്തിലേക്ക് വരാം. വലിയൊരു ആക്ഷേപം അതാണല്ലോ, ഡ്രൈഡേ. സർ, ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ചൊരു പ്രാഥമികാലോചന പോലും നടത്തിയിട്ടില്ല. പക്ഷെ പിൻവലിച്ചവരുണ്ട്, അത് ഞങ്ങളല്ല. ഡ്രൈഡേ കേരളത്തിൽ പിൻവലിച്ചത് നിങ്ങളാണ്. 2014 അതാ പറയുന്നത്, ഇനിയും വരാനുണ്ട്, ക്ഷമയോടെ കേൾക്കണമെന്ന്. 2014 കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടെന്നറിയില്ല, 1 കൊല്ലം 3 മദ്യനയം. 1 കൊല്ലം 3 മദ്യനയം. അത് 3 പിരിവിനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. 2014 ഫെബ്രുവരിയിൽ ഒരു മദ്യനയം, 2014 ഓഗസ്റ്റ് 3 മാസം കൂടുമ്പോൾ മദ്യനയം ഉണ്ടാക്കിയൊരു കാലം നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 2014 ഫെബ്രുവരിയിൽ 1, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 22 വേറൊരു മദ്യനയം. ഓഗസ്റ്റ് 22 മദ്യനയത്തിൽ എന്താ പറഞ്ഞത്? ഓഗസ്റ്റ് 22 മദ്യനയത്തിൽ എല്ലാ ഞായറാഴ്ചകളും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചു. ഇല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിപ്പില്ല. അന്നത്തെ എല്ലാ ഞായറാഴ്ചകളും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചു. അപ്പൊ എത്ര ഞായറാഴ്ച ഒരു കൊല്ലം വരും? 52 ഞായറാഴ്ച വരും. 4 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 20-ന്, എപ്പോ 2014 ഡിസംബർ 20-ന് വീണ്ടും ഒരു മദ്യനയം, 3ാമത്തെ മദ്യനയം. എന്തിനു വേണ്ടി? ഒറ്റ കാര്യത്തിന് വേണ്ടി. സർ, ജനം മനസ്സിലാക്കണം, ഒറ്റ കാര്യത്തിന് വേണ്ടി, ഈ ഡ്രൈഡേ മുഴുവൻ പിൻവലിക്കാൻ വേണ്ടി മാത്രം 3ാമത്തെ ഒരു മദ്യനയം. എത്ര ഡ്രൈഡേ? 52 ഡ്രൈഡേ. 52 ഡ്രൈഡേ പിൻവലിക്കുന്നതിന് എത്ര പിരിച്ചു, എത്ര വാങ്ങി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ചോദ്യം തിരിഞ്ഞു കുത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ സർ, ഇനി ഡ്രൈഡേയുടെ കാര്യത്തിൽ ഇപ്പോ കോൺഗ്രസിന്റെ ബഹുമാന്യനായ അംഗമാണല്ലോ ഈ പരാതി ഉന്നയിക്കുന്നത്. സർ, കേരളത്തിൽ എത്ര ഡ്രൈഡേ ആണ്? 18 ഡ്രൈഡേ ആണ്. ഏതൊക്കെയാണെന്ന് ഞാൻ വേണമെങ്കിൽ വിശദീകരിക്കാം, സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കോൺഗ്രസിന്റെ അധികാരത്തിൽ കർണാടകയിൽ എത്ര ഡ്രൈഡേ ഉണ്ട് നിങ്ങൾക്ക് പറയാനാവൂ? നിങ്ങൾ പറഞ്ഞാൽ നല്ലത്, അല്ലെങ്കിൽ ഞാൻ പറയാം. ഡ്രൈഡേ 1 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം, ഒക്ടോബർ 2. കർണാടകയിൽ ലീഗ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. അല്ല, ഇവിടുത്തെ കാര്യമാണല്ലോ പറഞ്ഞത്. കൂട്ടത്തിൽ കർണാടക കൂടി പറയുന്നു. കർണാടക എന്ന് കേൾക്കാനേ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോ ഞാൻ തമിഴ്നാട്, സർ, തമിഴ്നാട് 8 ഡ്രൈഡേ, ഗോവ 1 ഡ്രൈഡേ. ഈ ദക്ഷിണേന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഡ്രൈഡേ കേരളത്തിലാണ്. കളക്ഷന്റെ കാര്യം ഇവിടെ പറഞ്ഞു. 52 ഡ്രൈഡേ പിൻവലിച്ചതിന് എത്ര കളക്ഷൻ എന്നാണ് ചോദ്യം വരേണ്ടത്. അതാണ് ചോദ്യം ഉന്നയിക്കേണ്ടത്. ഞങ്ങൾ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല. ഇല്ലാത്ത ആക്ഷേപം നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. പിൻവലിച്ചവർ നിങ്ങളാണ്. 52 ഡ്രൈഡേ പിൻവലിച്ചവരാണ് നിങ്ങൾ. അതിനുവേണ്ടി മാത്രം ഒരു വർഷം 3ാമത്തെ മദ്യനയം കൊണ്ടുവന്നവരാണ്. മറുപടി പറയണ്ടേ? ഇനി
ട്രൈഡ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്, വേറെ ഒന്നുമില്ല ആ മദ്യനയത്തിൽ. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വായിച്ച് കേൾപ്പിച്ചു തരാം, വേണോ? UDFന്റെ ബാർ പൂട്ടലിൻ്റെ ഒരു കഥയുണ്ട്. ഞാൻ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. UDFന്റെ ബാർ പൂട്ടലിൻ്റെ ഒരു കഥ 418 ബാർ പൂട്ടി സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ്. സാർ, അതിനു മുമ്പ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ടായിരുന്നു, ഈ 418 ബാറുകൾക്ക് നിലവാരമില്ല, അതുകൊണ്ട് അതിന് പ്രവർത്തനാനുമതി കൊടുക്കാൻ പാടില്ല എന്ന്. ആ ശുപാർശ അവഗണിച്ചവരാണ് ഇവർ. ആ ശുപാർശ അവഗണിച്ചു. സുപ്രീം കോടതി വിധിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആ ശുപാർശ അവഗണിച്ചു എന്നുള്ളത്. അതിനുള്ള തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. അപ്പോഴാണ് നിങ്ങൾക്ക് ബാർ പൂട്ടേണ്ടി വന്നത്. പക്ഷെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്തു. ആ 418 ബാറുകൾക്കും FL11 ലൈസൻസ്, ബിയർ വൈൻ പാർലറുകളുടെ ലൈസൻസ് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്തു. അവരോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത, നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റിസ് M. രാമേന്ദ്രൻ കമ്മീഷനെ നിയമിച്ചു. ജസ്റ്റിസ് M. രാമേന്ദ്രൻ കമ്മീഷൻ, റിട്ടയർഡ് ജസ്റ്റിസ്. ആ കമ്മീഷന്റെ ശുപാർശയാണ് 3 സ്റ്റാർ അതിന് മുകളിലുള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാവൂ എന്നത്. നിങ്ങൾ നിയമിച്ച കമ്മീഷന്റെ ശുപാർശയാണ്, നിങ്ങൾ നടപ്പാക്കിയില്ല. 2017 LDF സർക്കാർ മദ്യനയത്തിൽ അത് നടപ്പാക്കി. നിങ്ങളുടെ കമ്മീഷന്റെ ശുപാർശ അതാണ് LDF സർക്കാർ നടപ്പാക്കിയത്. 17-3 LDF സർക്കാർ 2017 നടപ്പാക്കുകയുണ്ടായി. സാർ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തർക്കങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇവിടെ ഒരു വാർത്ത അന്നത്തേത് ഞാൻ വായിക്കാം. ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ്. ഹൗവർ, ചാണ്ടി, ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല, KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ and Excise Minister K. Babu opposed Sudhiran and said his stand was impractical. മനസ്സിലായില്ലേ? Sudhiran was of the view that the bars with only 2-star status should be allowed to function in the state. മിനിമം 2 സ്റ്റാറിനെ ലൈസൻസ് കൊടുക്കാവുന്ന സുധീരൻ, നിങ്ങൾ അതുപോലും പറ്റില്ല, അതും ഇംപ്രാക്ടിക്കലാണ് എന്നാണ് നിലപാട്. ഞങ്ങൾ വന്നപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കി 3 സ്റ്റാറിനും അതിന് മുകളിലും മാത്രമേ ലൈസൻസ് കൊടുക്കൂ എന്നത്. ആരാണ് ബാറുകാരെ സഹായിച്ചത് എന്നതിന് കൂടുതൽ ഞാൻ ഇനി പറയേണ്ട കാര്യമുണ്ടോ? കേക്കൂ. Though Chandi pressured him to accept a case for providing 6-month license to the substandard bars. Substandard ആയിട്ടുള്ള ബാറുകൾക്ക് 6 മാസത്തെ ലൈസൻസ് കൊടുക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി പ്രഷർ ചെയ്തു എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട്. ഇന്ത്യ ടുഡേ. ശരി, വേണ്ട, നിങ്ങൾക്ക് വിശ്വാസമുള്ള വേറെ രേഖ എടുക്കാം. ശരി. പ്രതിപക്ഷ നേതാവിന് നിങ്ങൾക്ക് വിശ്വാസമായിരിക്കല്ലോ. സാർ,